ഹലോ ഗായ്സ്, നമ്മളങ്ങനെ അടുത്ത ട്രെയിൻ കയറി പഞ്ചാബിലേക്ക് യാത്ര തുടരാണ് ഗൈസ്. അതിന്റെ ഇടക്കാൻ നിലത്തിരിക്കണം ആക്കാച്ചി ട്രെയിനിലുള്ള വേസ്റ്റ് മൊത്തം നമ്മുടെ സീറ്റിനടിയിലോട്ട് തൂത്ത് വെച്ചിട്ട് ക്യാഷ് വെച്ചിട്ട് കൊടുക്കാതെ വന്നപ്പോൾ ബാക്കി നിങ്ങൾ തൂത്തോന്നും പറഞ്ഞ് തള്ളക്ക് വിളിച്ചിട്ട് പോയി ഗൈസ്. ബ്ലഡി ഫുൾ. സത്യം പറഞ്ഞ ട്രെയിനിൽ കയറാൻ അറപ്പുള്ള ആളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചത് ഭയങ്കര വലിയൊരു ചലഞ്ച് ആയിരുന്നു ഗൈസ്. ഈ 36 മണിക്കൂറിൽ ഞാൻ ഇരുന്നിടത്ത് നിന്ന് നിലത്ത് കാല് കുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, മൂത്രമൊഴിക്കാനും അപ്പിടാനും പോലും ബാത്റൂമിന്റെ ഏരിയ പോയി ട്രോമ കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ പിടിച്ചു വെച്ചോണ്ടിരുന്നു ഗൈസ്. അങ്ങനെ ബാത്റൂമിൽ മുട്ടലും പിടിച്ചു വെച്ച് ഒരുപോലെ കണ്ണടക്കാതെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയ പഞ്ചാബിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഓട്ടോ അപ്പാപ്പൻ മറ്റേ ഓട്ടോ അപ്പാപ്പന്റെ അടുത്ത് വന്നിടി. ഹെൻസ് പ്രൂവ്ഡ് നമ്മൾ സ്ഥലം അറിയിറങ്ങിയിട്ടില്ല, ഇറ്റ്സ് പഞ്ചാബ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് വലിഞ്ഞേറി പഞ്ചാബിലേക്ക് പോയെന്ന്. ഒരു 2.5 കൊല്ലം മുമ്പ് ഈ യൂട്യൂബും പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു IELTS ട്രെയിനർ ആയിരുന്നു ഗൈസ്, ആൻഡ് ഐ വാസ് വർക്കിംഗ് ഇൻ പഞ്ചാബ്. സംശയം മാറി കിട്ടില്ലേ? ഇനി ഡൗട്ട്സ് ആരും ചോദിക്കരുത്, ഞാൻ ഇമ്പോസിഷൻ തരും ഗൈസ്. ഇനി ഫൺ പാർട്ടൊക്കെ മാറ്റി വെച്ച് ഞാൻ ഉള്ളിൽ നിന്ന് സംസാരിക്കട്ടെ. ഇറ്റ് വാസ് റിയലി നൈസ് മീറ്റിംഗ് ദം ഓൾ അഗൈൻ, ആൻഡ് വി ഹാഡ് ലൈക്ക് ഓൺലി 1 day to spend there, ബട്ട് അത് ശരിക്കും പോരായിരുന്നു ഗൈസ്. അത്രമാത്രം നമുക്ക് സംസാരിക്കാനും വേണ്ടി മെമ്മറീസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നു, സർപ്രൈസ് കൊടുത്തു, അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, പുറത്തുനിന്ന് കഴിച്ചാൽ വയറ് കേടാന്ന് പറഞ്ഞ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്ത് തന്നു വിടുന്നു. ഇറ്റ് വാസ് റിയലി ഓവർവെൽമിംഗ് ആൻഡ് ഐ ഫെൽറ്റ് സോ ഗുഡ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു, അത് വേറെ കാര്യം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെല്ലാം ട്രൈ ചെയ്യണമല്ലോ ഗൈസ്. അങ്ങനെ വീണ്ടും ഒരു എൻറ്റയർ ലൈഫ് ടൈമിന് വേണ്ടിയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ്. ഞാൻ എന്റെ റൂമിന് ടാറ്റ കൊടുത്ത് ഇവിടെ ഇറങ്ങട്ടെ. അപ്പൊ അടുത്ത് പിടിച്ചെന്തിക്കുന്നതായിരിക്കും. ടാറ്റ ബൈ.